കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അനയാംകുന്ന് വെസ്റ്റ് 18-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കൃഷ്ണദാസിന് വിജയം. 234 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൃഷ്ണദാസ് വിജയിച്ചത്. 879 വോട്ടുകൾ കൃഷ്ണദാസിന് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി ഷാജു കുറിയേടത്തിന് 645 വോട്ടുകൾ ലഭിച്ചു. BJP സ്ഥാനാർത്ഥിക്ക് 38 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കുഞ്ഞാലി മമ്പാട്ടിന് 777 വോട്ടുകളായിരുന്നു ലഭിച്ചത്. കുഞ്ഞാലിയേക്കാൾ 102 വോട്ടുകൾ കൃഷ്ണദാസ് നേടി. UDF മെമ്പറായിരുന്ന കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കുഞ്ഞാലി വാർഡിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടരുമെന്നും തന്റെ വിജയം കുഞ്ഞാലി മമ്പാട്ടിന് സമർപ്പിക്കുകയാണെന്നും കൃഷ്ണദാസ് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. UDFന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്തതായും കൃഷ്ണദാസ് പറഞ്ഞു. വിജയം 100% പ്രതീക്ഷിച്ചാണ്. കുഞ്ഞാലി ആ വാർഡിൽ തുടങ്ങി വെച്ച പ്രവർത്തികൾ, അതിനുമാത്രം കാര്യങ്ങൾ കുഞ്ഞാലി ആ വാർഡിൽ ചെയ്തിട്ടുണ്ട്. ഈ വിജയം കുഞ്ഞാലിക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. കുഞ്ഞാലിയും കുഞ്ഞാലിയുടെ കുടുംബവും അതുപോലെ പാർട്ടിയും UDF മുന്നണിയും അതേപോലെ വെൽഫെയർ പാർട്ടിയും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് കാരശ്ശേരിയുടെ ചരിത്രത്തിൽ ഇത്രയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചൊരു ഇലക്ഷനെ നേരിട്ടത് ഈ സമയത്താണ്. മറ്റ് മുന്നണികൾ പല വിധത്തിലും ജനങ്ങളെ പ്രലോഭിച്ചെങ്കിലും വിജയം UDFനും കുഞ്ഞാലിക്കും തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വിജയമല്ലെന്നും മുൻ മെമ്പറായിരുന്ന കുഞ്ഞാലി മമ്പാട്ടിനോടുള്ള സഹതാപ തരംഗമാണ് വിജയത്തിന് കാരണമായതെന്നും LDF സ്ഥാനാർത്ഥി ഷിജു കുറിയേടത്ത് പറഞ്ഞു. അവിടെ UDFന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡ് തന്നെയാണ്. അവിടുത്തെ 1-ാം ബൂത്തിൽ 507 വോട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. 1-ാം ബൂത്തിൽ സ്വാഭാവികമായിട്ടും UDFനും മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശം തന്നെയാണ്. 2-ാം ബൂത്തിലാണ് ഇടതുപക്ഷത്തിന് കുറച്ചൊരു മേൽക്കൈ വരേണ്ട പ്രദേശം. അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന രൂപത്തിലേക്ക് 2-ാം ബൂത്ത് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പായിരുന്നില്ല. ഇവിടെ നടന്നിട്ടുള്ളത് മുൻ മെമ്പർ അദ്ദേഹത്തിൻ്റെ ഒരു സഹതാപം പൂർണ്ണമായും വോട്ടാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. അതെല്ലാം അവർ വിജയിച്ചു. ആ പഴയ സ്ഥാനാർത്ഥിയുടെ കൊച്ചു കുഞ്ഞിനെ പോലും ഇന്നലെ വെയിലും മഴയും കൊള്ളിച്ച് ആ സ്ഥലത്ത് നിർത്തി ഒരു വലിയ സഹതാപ തരംഗം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. ആ സഹതാപത്തിൻ്റെ ഫലത്ത് ഇത് UDFന്റെ വിജയമായി കാണാൻ പറ്റില്ല. കുഞ്ഞാലി എന്ന് പറയുന്ന മുൻ മെമ്പർ, ആ മെമ്പറോടുള്ള ഒരു ആത്മാർത്ഥത ഒരു പരിധിവരെ ഇതിൽ കാണുന്നുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. നിലവിൽ UDFന് 9ഉം LDFന് 8ഉം അംഗങ്ങളാണുള്ളത്. ഭരണകക്ഷിയായ UDFന് 10 മെമ്പറുണ്ടായതിൽ കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.